ഹലോ, നമസ്കാരം കൂട്ടുകാരെ. നാട്ടിൻപുറത്താൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കാണുന്നത് ജപ്പാൻ ഗുവാറട്ട് എന്ന് പറഞ്ഞൊരു പേരാണ്. ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പൂ പിടിക്കുന്നുണ്ട്, കായ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കണ്ടാ, ഇതേപോലെ എല്ലാ താഴെത്തൊട്ടേ നമുക്ക് പൂ വരുന്നുണ്ടായിരുന്നു, കായ പിടിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയപ്പോഴത്തേന് ഒരു കുഞ്ഞു കായ ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇതേ കാണാൻ പറ്റുന്നുണ്ടോ? ഇതേ ഈ കായ പിടിച്ചതാണ് കേട്ടോ. പക്ഷേ കൂടുതലായിട്ട് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞത് ഈ ജപ്പാൻ ഗുവാറട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കായ പിടിക്കില്ല കേട്ടോ, കുറച്ച് കായ പിടിക്കുകയുള്ളൂ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത്. നല്ല മധുരവും കുരു കുറവാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഈ ജപ്പാൻ ഗുവാറട്ടിനൊക്കെ പറയുന്നത്. നമുക്ക് നിറച്ച് കായ പിടിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഇനം വയ്ക്കാതിരിക്കുക. സ്ഥല സൗകര്യം ഉള്ളവരാണെങ്കിൽ ഒരെണ്ണം ഈ ഇനം കൂടി വച്ച് പിടിപ്പിക്കുക. സ്ഥല സൗകര്യമൊക്കെ കുറവുള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമുക്ക് അത്രത്തോളം കായ കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല ഇതിന്. സാധാരണ നമ്മളിപ്പോൾ ഇതിപ്പോൾ നട്ടിട്ട് ഒരു 6 മാസത്തോളം ആയി കാണും. ഏകദേശം ഒരു 3-3.5 അടി ഹൈറ്റോളം തറയുന്ന വളർന്നിട്ടുണ്ടായിരിക്കും. ഒരടിക്ക് താഴെയുള്ള കുഞ്ഞു തയ്യാന്ന് ഞാൻ മേടിച്ച് വെച്ചിരുന്നത്. പിന്നെ നമ്മൾ അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ റംബുട്ടാനിലൊക്കെ 2 പ്രാവശ്യമായിട്ടൊക്കെ കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് പ്രാവശ്യമാണ് കായ പിടിക്കുന്നത്. ഇത് 2 വർഷം പ്രായ റംബുട്ടാനാണ് കേട്ടോ. 2 വർഷം പൂർത്തിയായിട്ടില്ല, അത് 2 വർഷം ആയെന്ന് പറയാം. പിന്നെ ഇവിടെ കുരങ്ങൻ്റെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ആദ്യം പിടിച്ച വലിയ കായൊക്കെ ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക് കവറിട്ടിട്ട് ഇതിനടിയിൽ ഒരു ഹോള് ഇട്ട് നമ്മളിങ്ങനെ കവർ ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 5 അടി 6 അടിയൊക്കെ ഹൈറ്റ് ആയിട്ടുണ്ട്. വേണ്ട, ആദ്യം പിടിച്ച കായൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പറിക്കാമെന്നുള്ള ഉയരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കൊല്ലയിൽ കായയുടെ എണ്ണം കുറവാണ് കേട്ടോ. ഫസ്റ്റ് പ്രാവശ്യം ആയതുകൊണ്ടാണ്. ഇത് കുറച്ചാലും കൂടി കഴിയുമ്പോഴത്തേനും നമുക്ക് നിറച്ച് പിടിക്കും. പിന്നെ രണ്ടാമത് പിടിച്ച കായൊക്കെ വലിപ്പം കുറഞ്ഞിട്ടാണ് പിടിച്ചത്. ഇതാണ്ട് ഈ കൊലയൊക്കെ പൂത്തപ്പോഴത്തേനും നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങിങ്ങായിട്ടൊക്കെ ഓരോ കായൊക്കെ ഉള്ളൂ. ഇത് ഇപ്പോഴും മഴ ആയല്ലോ, ഇനി എത്ര ആളത് നിൽക്കുമെന്ന് അറിയാൻ പാടില്ല. പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണിക്കുന്നത്. ചിലപ്പോൾ 1-2 കായ ഇതിൽ കിട്ടിയാലായി. മഴ കൂടിയാലും കൊഴിയും കേട്ടോ. ഇത് ഈ റംബുട്ടാൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. മഴ കൂടിയാലും കുറയും. വേനലാണ് ഇതിന് ഏറ്റവും നല്ലത്. ഈ തിരുവനന്തപുരം ജില്ലയാണ്. പല ജില്ലകളിലും ഒക്കെ പഴുത്തു തുടങ്ങിയിട്ടുള്ളതൊക്കെ ഉണ്ട്. നമ്മുടെ ജില്ലയിൽ നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെയാണ്. കായ പിടുത്തവും നല്ലപോലെ പിടിക്കും. പക്ഷേ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ടായിട്ടായിരിക്കാം കുറച്ച് ലേറ്റാവും. നമ്മളെ പത്തനംതിട്ട ജില്ലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ പഴുത്തു തുടങ്ങിയാണ് അവിടെ. ഇവിടെയൊക്കെ കായതേ ഉള്ളൂ. ഓരോ ജില്ലയിലെ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പ്ലാവിൻ്റെ ചക്കയെല്ലാം കഴിഞ്ഞായിരുന്നു വിയറ്റ്നാം സൂപ്പർ ലീഗിലെ. ഇനിയിപ്പോൾ ഏറ്റവും ടോപ്പ് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. 2 ഷെയറാക്കിയിട്ടതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ ഞാൻ വീണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കായ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് തിരിലൊന്നും വരില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നിന്നു. ഇപ്പോൾ പുതിയ തിരിൽ വരാൻ തുടങ്ങി. കായെല്ലാം മാറിയപ്പോഴത്തേനും ഇച്ചിരി വളം ചെയ്യണം. ഈ മഴ ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് ഇത്തിരി മഴ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി വളം ചെയ്തതായിരിക്കും. പിന്നെ ജൈവവളം എന്തെങ്കിലും വേപ്പിണ്ണാക്കും കണ്ടപ്പിണ്ണാക്കും തെല്ലോടിയും കൂടി ഒക്കെ ചേർത്തിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് വളർന്നോളൂ. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വെറുതെ കണ്ട് വെറുതെ പോവാതെ ചെറിയൊരു സപ്പോർട്ട് കൂടി, ഈ സാധാരണക്കാരനെ പോലെ ചെറിയൊരു സപ്പോർട്ട് നിങ്ങൾ ചെയ്യുക. നമ്മളെ മെയിൻ മേഖല ഒന്നുമല്ല. കെട്ടുറവർക്കും ബയോഗ്യാസ് നമ്മുടെ മെയിൻ മേഖല. പിന്നെ കൃഷിയോട് ഒരു കമ്പമുണ്ട്, ഇഷ്ടമാണ്, താല്പര്യമാണ്. അല്പസമയം ഫ്രീ കിട്ടുമെങ്കിൽ നമ്മൾ കൃഷി ചെയ്യും. കുരുമുളകൊക്കെ ഉണ്ടോ? താഴെ നിന്നേ പിടിക്കുന്ന രീതിയിൽ നമ്മൾ കുരുമുളക് ഉണ്ടാക്കുന്നത് കണ്ട. അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പഴയ കാരണവന്മാരൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് ഇവിടെ കൊണ്ടുവരുന്ന കായൊക്കെ നമ്മൾ
പറിച്ചായിരുന്നു. അതെ, ഒരെണ്ണം നിൽപ്പുണ്ട് കണ്ട, കണ്ണി കാണാൻ പറ്റണ്ട കണ്ട. ഇത് നിലത്താണ് കിടക്കുന്നത് കണ്ട. പന്നീരിനത്തിൽപ്പെട്ട ഒരു കുരുമുളകാണിത്. പക്ഷേ എല്ലാ താഴെ നമുക്ക് കണ്ണി വന്നിട്ടുണ്ട്, ഫുള്ള് കണ്ണിയായിട്ടുണ്ട് കണ്ട. ഒരൊറ്റ ചുവടാണ് ഇതേ. പിന്നെ ഈ കണ്ട ഒറ്റ ചുവടാണ്, പക്ഷെ താഴെ തന്നെ ഫുള്ള് കണ്ണിയായിട്ട് വരുന്നത് കണ്ട. പിന്നെ ഇപ്പോൾ സീസൺ ആകുമ്പോഴത്തേന് ഇപ്പോൾ അതിപ്പോൾ സീസൺ മഴ തുടങ്ങിയപ്പോൾ അത് കഴിഞ്ഞു. സീസൺ ആകുമ്പോൾ അടുത്ത സീസൺ ആകുമ്പോഴത്തേന് ഇത് നിറച്ച് കാവടിക്കും. ഇതൊക്കെ നട്ടിട്ടൊരു 6 മാസം കൊണ്ടാണ് ഇത്രയും വളർന്നത് പറയുമോ. ഇപ്പോൾ നമ്മളെ കാരണന്മാർ ചെയ്യുന്ന ഒരു ചെറിയ ട്രിക്കാണ് ടോപ്പ് ഷൂട്ട് കട്ട് ചെയ്ത് അതിനെ തൈയാക്കി എടുക്കുന്നതെന്ന് പറയും. അതുപോലെ നമ്മൾ ടോപ്പിൽ നിന്ന് ലെയർ ചെയ്തെടുക്കുന്നതാണ്. ഇവിടെയൊക്കെ നാട്ടിൻ പ്രദേശമായതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്താ റബ്ബറുകളും വേറെ കെട്ടിടങ്ങളോ ഒന്നുമില്ല. ഇതൊരു ചെറിയ കോൺക്രീറ്റ് റോഡാണ്. മുകളിലോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വീടുകളില്ല. ഈ സൈഡെല്ലാം റബ്ബറാണ്. അതാ ഞാൻ ആദ്യം ഈ വീഡിയോയിൽ പറഞ്ഞത് കുരങ്ങൻ്റെയൊക്കെ ശല്യം ഇവിടെ അധികമായിട്ടുണ്ടെന്ന്. ഈ ഭാഗത്തെല്ലാം റബ്ബർ, തെങ്ങ് അങ്ങനെയൊക്കെയാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറ്റം കാണുന്നില്ലേ, അവിടെ ഒരു നല്ല മെയിൻ റോഡുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ്. നമ്മുടെ പേരയും റംബുട്ടാനും ലാഭമിരിക്കുന്ന അതൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യുക, രേഖപ്പെടുത്തുക. കൃഷി ഇഷ്ടപ്പെടുന്നവരും ഒക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നീട്ടുന്നില്ലേ.